ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞങ്ങളുടെ ഒരു കൊച്ചു റംബൂട്ടാൻ തോട്ടം കേട്ടോ. തോട്ടമെന്ന് പറയാമോ എന്ന് എനിക്കറിയില്ല. 10-30 ചെടികളുണ്ട് ഞങ്ങൾക്ക്. കഴിഞ്ഞ വർഷം അത്യാവശ്യം നന്നായിട്ട് കായ ഉണ്ടായിരുന്നു. ഈ വർഷം അതേ മൊത്തം കാലാവസ്ഥ ചതിച്ചിട്ടാണെന്ന് തോന്നുന്നു. തീരെ കുറവായിരുന്നു. അപ്പോൾ പിന്നെ അതുകൊണ്ട് കച്ചവടക്കാരും വലയിടാനൊന്നും കയറി വന്നില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ വീട്ടിലുള്ളവർ ഞാനും ഹസ്ബൻഡും മോനും കൂടെ കൂടി ഞങ്ങൾ അറിയാവുന്ന രീതിയിലൊക്കെ കുറച്ച് വല അവിടെ ഇവിടെയൊക്കെ പൊതിഞ്ഞ് വെച്ചൊക്കെ ഇട്ടു. അപ്പോൾ അങ്ങനെ പൊതിഞ്ഞ് വെച്ചത് കിട്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പം പക്ഷികൾ എന്ത് ചെയ്തു, അവർക്ക് നോക്കുമ്പം പകുതി എണ്ണത്തെ വലയൊന്നുമില്ല. അവർക്ക് കുശാല അവർ കയറി കഴിക്കാൻ തുടങ്ങി. അപ്പം നമ്മൾ വേഗം കയറി ശരിക്കും മൂക്കുന്നതിന് എൻ്റെ ചേച്ചിയും പിന്നെ ചേട്ടൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ഫ്രണ്ടിൻ്റെ മോനും കൂടെ വന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ കൂടിയാണ് ഇത് പറിക്കാൻ കയറിയത് കേട്ടോ. കൂടെ കൂട്ടി ഞങ്ങളത് മൊത്തം പറിക്കുന്ന രംഗാട്ടോ. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പറിക്കുന്നത്. കാരണം കച്ചവടക്കാരെല്ലാം ഞങ്ങളുടെ കയ്യിൽ വേറൊരു തോട്ടിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതുകൊണ്ടുള്ള ഞങ്ങൾക്ക് വശമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറിച്ച് ഇത് പറിക്കുക മാത്രമല്ല, ഇനി ഇത് കൊണ്ടുപോയി വലിയ ചടങ്ങാണ്. ഇത് കൊണ്ടുപോയി നമുക്ക് തിരിയുകയൊക്കെ ചെയ്യണം. പിന്നെ കഴിഞ്ഞ കൊല്ലം 1000 കിലോ കിട്ടിയ സാധനത്തെ ഈ കൊല്ലം ഞങ്ങൾക്ക് കിട്ടിയത് 200 കിലോ ആകട്ടോ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ പഠിച്ചിട്ടുണ്ട് ഞങ്ങൾ. അതുകൊണ്ട് നമുക്ക് സമാധാനത്തോടെ എന്തെങ്കിലും ആട്ടെ ബാക്കിയും കൂടെ കൂടി പക്ഷി കൊണ്ടുപോകുന്നതിന് മുമ്പ് നമുക്ക് വേഗം ഞങ്ങളെല്ലാവരും കൂടെ പറിക്കും ആട്ടോ. ഇതിൻ്റെ മൂക്ക് ഇങ്ങനെയൊന്നും അല്ല കേട്ടോ, നല്ല റെഡാവണം. ഇതിപ്പോൾ എന്ന് വെച്ചാൽ ഞങ്ങൾ പെട്ടെന്ന് പറിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല വിലയും കിട്ടിയിട്ടില്ല കേട്ടോ. അവരതിൻ്റെ സെക്കൻഡിൽ വിലയ്ക്കൊക്കെയാണ് എടുക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ നിലത്ത് വീഴുന്ന സാധനം എനിക്കും എൻ്റെ ചേച്ചിയുടെയും പണിയെന്ന് വെച്ചാൽ നിലത്തുനിന്ന് പിറക്കിയെടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഡ്യൂട്ടി. ഞങ്ങളത് പിറക്കി കൂട്ടി ബക്കറ്റിനകത്താക്കും, എന്നിട്ട് ചാക്കിനകത്താക്കി വണ്ടിക്ക് ഞങ്ങൾ താഴോട്ട് കൊണ്ടുവരികയാണ് കേട്ടോ. ചേട്ടനൊക്കെ ഇങ്ങനെ എത്തുന്നവർക്കൊക്കെ കൈകൊണ്ട് പറിക്കും, ബാക്കിയൊക്കെ നമ്മൾ ഇങ്ങനെ തോട്ടിക്ക് പറിക്കും. കഴിഞ്ഞ വർഷം ഞങ്ങൾ അല്ലാത്ത രീതിയിൽ കൂടെ ആയിരുന്നു പറിച്ച പണിക്കാരുണ്ടായിരുന്നു പറിക്കാൻ. എന്നിട്ട് പറിച്ച സാധനം നമ്മൾ വീട്ടിൽ കൊണ്ട് വെച്ച് വീട്ടിൽ കൊണ്ട് ഇട്ടിട്ട് അവിടെ നിന്ന് മൊത്തം അത് തിരിയണം. എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനകത്ത് കുരു ഉള്ളതും കുരു ഇല്ലാത്തതും നമ്മൾ ഇങ്ങനെ ഇരിക്കണം. ഒരു 2 മണിക്കൂറെങ്കിലും ഇരിക്കണം ഇത് തിരിഞ്ഞ്. കൃഷിക്കാരനെ സംബന്ധിച്ച് നോക്കിയാൽ നമ്മൾ ഒരു വിളവുണ്ടായി അത് പാകമായി വിളവെടുത്ത് നമ്മൾ വിപണനം നടത്തുന്നവരെ കിട്ടി പോയാൽ പോയി എന്ന് പറഞ്ഞാൽ ഒരു ലക്കാണ്. അപ്പോൾ അതിൽ നമ്മളങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യണം, ഇത്രയ്ക്കേ ഉള്ളൂ എന്നുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ പ്രീത ചേച്ചി എന്തിനാണ് ഇന്നിപ്പോൾ ഈ റംബുട്ടാനുമായിട്ട് വന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ നോക്കിയപ്പോൾ എനിക്ക് റംബുട്ടാൻ ഇങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ഒരു രസം തോന്നി. അത്യാവശ്യം ആൾക്കാർക്ക് ഈ റംബുട്ടാൻ്റെ പഴം കഴിക്കുന്നവർ ഇതിന് പിന്നിൽ ഇങ്ങനെ കുറേ അധ്വാനങ്ങളുടെ ഫലമാണെന്ന് അറിയണമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാനിങ്ങനെ കാണിച്ചത് കേട്ടോ. എനിക്കന്ന് ശരിക്കും പോലെ രാവിലെ മുതൽ വൈകുന്നേരം ആയപ്പോഴത്തേനും ശരിക്കും മടുത്തു. കാരണം ഈ വെയിലും കൊണ്ട് ഈ പറമ്പിക്കൂടെ മുഴുവൻ നടന്നു കഴിഞ്ഞപ്പോൾ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.